ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ്. മൈ ഡിയർ സുത്തുക്കുട്ടികളെ, ഇന്നൊരു ഇന്ത്യൻ ക്രൈം ത്രില്ലർ മൂവിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അക്ഷയ് ഖന്നയും സിദ്ധാർത്ഥ് മൽഹോത്രയൊക്കെ അഭിനയിച്ച 2017 റിലീസ് ചെയ്ത ഇത്തിഫാക്ക് എന്ന മൂവിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതില് 2 കൊലപാതകങ്ങൾ ഒരേ ദിവസം സംഭവിക്കും. ഒന്നൊരു പെണ്ണിന്റെ ഭർത്താവും മറ്റത് വേറൊരാണിന്റെ ഭാര്യയും. പോലീസുകാർക്ക് ഈ 2 ആൾക്കാരെയും സംശയമുണ്ട്. എന്നാൽ ഈ 2 പേര് പറയുന്ന കഥയും വ്യത്യസ്തമാണ്. ഇതിലാരാണ് കുറ്റവാളി എന്ന് അവർക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് നമ്മുടെ കഥാനായകൻ ഓരോ ചുള്ളായി അഴിച്ചഴിച്ച് യാഥാർത്ഥ്യം ഇതെങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കുന്നു. ഇത്തിഫാക്ക് എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു കാർ, കറുത്ത കാർ അതിവേഗതയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പുറകെ തന്നെ പോലീസുകാരുണ്ട്. അതിലൊരു പോലീസുകാരൻ വാക്കി ടോക്കിയിലൂടെ സാർ, സസ്പെക്റ്റിന്റെ പേര് വിക്രം സേതു എന്നാണ്, 6 അടി പൊക്കം, കറുത്ത കാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ചേസിംഗിൽ അവസാനം കറുത്ത കാർ ആക്സിഡന്റായി തെറിച്ചു വീഴും. അതിനകത്ത് നിന്ന് ഒരാൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതാണ് വിക്രം സേതു, നമ്മുടെ കഥയിലെ ഒരു ഹീറോ. ഈ വണ്ടി വീണ കണ്ടിട്ട് ചുറ്റുള്ള ആൾക്കാരൊക്കെ ഓടിക്കൂടും. അതേ സമയത്താണ് ആ പോലീസുകാർ അങ്ങോട്ട് വരുന്നത്. ഈ പുറത്തു വന്ന വിക്രം സേതു ആൾക്കാർക്കൊന്നും പിടികൊടുക്കാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക. ഇതിന്റെ ഇടയ്ക്ക് ഒരു പോലീസുകാരൻ ഈ കാർ ഡോറി അടിച്ച് തെറിച്ച് വീഴുന്നുണ്ട്. അവർക്ക് ഇയാളെ പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും വിക്രം ഇവരാരെയും കാണാതെ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ഓടിക്കയറി. ഇത് കഴിയുമ്പോൾ പോലീസ് ഇയാൾ അന്വേഷിച്ച് ഇതേ അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങിന്റെ താഴേക്ക് വരുന്നുണ്ട്. അവിടുത്തെ വാച്ച്മാനോട് ഇങ്ങനെ ഗ്രേ കോട്ട് ഇട്ട ഒരാൾ ഇതിലൂടെ എങ്ങാനും പാസ് ചെയ്ത് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, അങ്ങനെ ആരും ഇതിലൂടെ വരാൻ സാധ്യതയില്ല. കാരണം ഇവിടെ ഒരു തൂഫാനുണ്ട്, അവൻ കടിച്ച് തൂഫാനാക്കി കളയും. അതൊരു പട്ടിയാണ്. ആ പട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് ആർക്കും വരാൻ പറ്റില്ലെന്നാണ് ആ വാച്ച്മാൻ പറയുന്നത്. ശരി, ഇവിടെ അയാൾ വന്നിട്ടില്ലെന്ന് വിചാരിച്ചിട്ട് പോലീസുകാർ തിരിഞ്ഞു പോവാ. തിരിഞ്ഞവർ വണ്ടി എടുക്കുമ്പോഴേക്കും ഒരു പെണ്ണ് ഇവരെ വണ്ടിയുടെ മുന്നിലേക്ക് ചാടി വീഴും. അതാണ് നമ്മുടെ ഹീറോയിൻ. അവൾ പേടിച്ചരണ്ട അവസ്ഥയില്ല. ഉടനെ തന്നെ അവൾ ആ പോലീസുകാരെയും വിളിച്ചുകൊണ്ട് അവളുടെ ഫ്ളാറ്റിലേക്ക് പോകുന്നു. അവിടെ ആ പെണ്ണിന്റെ ഭർത്താവ് മരിച്ച നിലയിൽ കിടക്കുന്നുണ്ടാവും. അതിനടുത്തായി ഈ വിക്രം സേതു ഇരിക്കുന്നു. സോ പോലീസുകാർ കാണുമ്പം ആ പെണ്ണിന്റെ ഭർത്താവിനെ കൊന്നത് വിക്രം സേതു ആയിട്ടാണ് ഇവർക്ക് മനസ്സിലാവുക. അവിടെ നിന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ അടുത്ത സീനി നമ്മുടെ സെക്കൻഡ് ഹീറോയെ കാണിക്കുന്നു. അങ്ങേരെ ഒരു പോലീസുകാരനാണ്. രാത്രി സമയം ഭാര്യയുമായി സമാധാനത്തോടെ കിടന്നുറങ്ങുന്നു. അപ്പോഴാണ് പുള്ളിക്കാരനൊരു കോള് വരുന്നത്. വിഷയം സീരിയസ് ആയതുകൊണ്ട് ഞാൻ ഉടനെ എത്തിക്കോളാമെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ തയ്യാറായി തോക്കൊക്കെ എടുത്ത് അവിടുന്ന് ഇറങ്ങുന്നു. ഭാര്യയോട് ഒരു ബൈ പറയുന്നുണ്ട്. എന്നിട്ട് നേരെ ക്രൈം സീനിലേക്ക് എത്തുന്നു. അവിടെ ഒരുപാട് ഫോറൻസിക്കാരുണ്ടാവും, പോലീസുകാരുണ്ടാവും. പുറത്ത് ഫുള്ള് പത്രക്കാരും ചാനലുകാരും. ഇങ്ങേരുടെ പേര് ദേവ് എന്നാണ്. സോ ദേവ് ഫ്ലാറ്റിലേക്ക് കയറുമ്പം ഒരു കോൺസ്റ്റബിൾ വന്ന് ദേവിന് ചായ കൊടുക്കുന്നു. ക്രൈം സീനിലാണോടോ ചായ കുടിക്കണമെന്ന് ദേവ് ചോദിക്കുമ്പം അവർ പറയും, പോലീസുകാർ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല, മുഴുവൻ ഇവിടെ കാവല് നിൽക്കായിരുന്നു, അതുകൊണ്ടാണ് ചായ ഉണ്ടാക്കിയത്. അവസാനം ഇഞ്ചിയിട്ട ചായയല്ലേ എന്നും പറഞ്ഞ് ദൈവം ഒരു ഗ്ലാസ് വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബോഡി പരിശോധിക്കുന്നു. എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് കൂടെയുള്ള പോലീസുകാരനോട് ചോദിക്കുകയാണ്. അദ്ദേഹം പറയും, ഇതൊരു ഹൈ പ്രൊഫൈൽ കേസാണ് സാർ. വിക്രം സേതു എന്ന എഴുത്തുകാരൻ UK-ലുള്ള ഒരു ഫേമസ് നോവലിസ്റ്റാണ്. പുള്ളിയുടെ പുതിയ ബുക്കിന്റെ ലോഞ്ചിനായിട്ടാണ് അങ്ങേര് ഇന്ത്യയിലേക്ക് വന്നത്. പുള്ളിയാണ് ഈ കൊലപാതകത്തിന്റെ പ്രതിയായി പിടിക്കപ്പെട്ടിട്ടുള്ളത്. ഇതുമാത്രമല്ല, പുള്ളിയുടെ തന്നെ ഭാര്യേനെയും കൊന്നിട്ടാണ് പുള്ളി ഈ മനുഷ്യനെയും കൊന്നിരിക്കുന്നത്. അങ്ങനെ ഡബിൾ മേർഡർ ചാർജാണ് ഇപ്പം അയാളുടെ പുറത്ത് ചാർത്തിയിരിക്കുന്നത്. ആ ഫ്ളാറ്റിലെ ടേബിൾ ഗ്ലാസ് എല്ലാം പൊട്ടിക്കിടക്കുന്ന കാണാം. തലക്കേറ്റ ഇഞ്ചുറിയാണ് മരണകാരണമെന്ന് SI പറയും. അത് ആ ടേബിളിൽ ഇടിച്ചതാണെന്ന് പുള്ളി വിലയിരുത്തുമ്പോൾ ദേവ് പറയും, മരിച്ചു കിടക്കുന്ന ആളുടെ തലയിലെ മുറിവ് കണ്ടോ, അത് വളരെ ആഴത്തിലുള്ളതാ, അതുകൊണ്ട് അത് ടേബിളിൽ ഇടിച്ചതല്ല, ഏതോ ഹെവി ആയിട്ടുള്ള സാധനം കൊണ്ട് തലയ്ക്ക് അടിച്ചു കൊന്നിരിക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദേവിന് സോഫയുടെ അടിയിൽ നിന്ന് ഒരു കാൻഡിൽ ഹോൾഡർ കിട്ടും. അതിൽ രക്തക്കറയുണ്ട്. പുള്ളി ഉടനെ അത് ഫോറൻസിക്കിലേക്ക് അയക്കാൻ പറയും. അത് കഴിഞ്ഞ് ചുറ്റും നോക്കുമ്പോൾ കുറച്ച് പേപ്പർ വേസ്റ്റുകളെല്ലാം പലയിടത്തായി ചെതറി കിടക്കുന്നു. വേസ്റ്റ് ബിൻ പരിശോധിച്ചോന്ന് ചോദിക്കുമ്പോൾ അകത്തെ വേസ്റ്റ് ബിന്ന് കാലിയാണ്. അതുകൊണ്ട് പുറത്തെ വേസ്റ്റ് ബിന്ന് പരിശോധിക്കാൻ പറയുന്നു. അത് പരിശോധിക്കുമ്പോൾ ചില പല കത്തിക്കരിഞ്ഞ ഫോട്ടോഗ്രാഫുകൾ അതിനകത്തുനിന്ന് കിട്ടും. അതെന്താണെന്ന് ഇപ്പം നമുക്ക് കാണിക്കുന്നില്ല. ഇത് കഴിഞ്ഞ് ദേവ് ചെന്നൊരു സീനിയർ ഓഫീസറെ കാണുന്നു. പുള്ളിക്കാരൻ പറയും, വിക്രം ഒരു UK സിറ്റിസൺ ആയതുകൊണ്ട് നമുക്ക് അധിക നാൾ അയാളെ പിടിച്ചു വെക്കാൻ കഴിയില്ല. അയാൾക്കെതിരെ സോളിഡ് എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എംബസി അതിന് അനുവദിക്കുള്ളൂ. അതിനുവേണ്ടി ഇനി 3 ദിവസമേ സമയമുള്ളൂ. ആ 3 ദിവസത്തിനുള്ളിൽ ഈ കേസ് സോൾവ് ചെയ്യണം. വിക്രമാണോ കുറ്റവാളി എന്ന് കണ്ടുപിടിക്കണം. അതല്ലെങ്കിൽ അയാളുടെ നാട്ടിലേക്ക് തിരിച്ചയക്കേണ്ടി വരും. ഇതാണ് ഇപ്പോഴത്തെ നിയമവ്യവസ്ഥ. സോ നമ്മുടെ ഹീറോ ദേവിന് ഇനി അധിക സമയമില്ല. 3 ദിവസം കൊണ്ട് പട്ടിയെ പോലും തേടി കണ്ടുപിടിക്കാൻ പറ്റില്ല സാർ, നിങ്ങൾക്കറിയാവുന്നതല്ലേ. എന്നിട്ട് എന്തിനാ എനിക്ക് ഇത്ര പ്രഷർ തരണമെന്ന് ചോദിക്കുമ്പം വേറെ വഴിയില്ല, ഇത് പൊളിറ്റിക്കൽ മാറ്റർ ആണെന്ന് ആ വലിയ ഓഫീസർ പറയും. ദേവ് അവിടെ നിന്ന് പിറുപിറുത്തോണ്ട് ഇറങ്ങി വരുന്നു. ഇത് കഴിഞ്ഞ് അങ്ങേര് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടെ വിക്രം തൻ്റെ ഷൂസ് അഴിക്കുമ്പം കാലിൽ രക്തം കട്ട പിടിച്ച് കാണുന്നുണ്ടാവും. ഇത് കണ്ട ദേവ് പറയാണ്,
കുറെ ഓടിയില്ലേ, അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചാണെന്ന്. അത് കഴിഞ്ഞ് ദേവ് തന്നെ പരിചയപ്പെടുത്തുന്നു, ഞാനാണ് ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണേന്ന് പറയും. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ വൈഫിനെ വീട്ടിൽ വെച്ച് കൊന്നത്? ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വ്യൂ കണ്ടുകൊണ്ടിരിക്കുമ്പം തള്ളിയിട്ട് കൊന്നാ പോരായിരുന്നു? അവർ മരിക്കുകയും ചെയ്യും, നിങ്ങൾക്കെതിരെ പോലീസ് സംശയിക്കൂല. വളരെ എളുപ്പം. പിന്നെന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുകയാണ് ദേവ്. ഇപ്പൊ റീസെന്റ് ആയിട്ടൊരു ക്രൈം നടന്നില്ലേ, ഏതാണ്ട് അതേപോലെ. ഇതെല്ലാം കേട്ടിട്ട് വിക്രം പറയും, സാർ യാഥാർത്ഥ്യം നിങ്ങൾ വിചാരിക്കുന്നതല്ല. എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയാം. ഇന്നലെ രാത്രി എന്റെ ബുക്കിന്റെ ലോഞ്ച് പാർട്ടി ആയിരുന്നു. ഞാൻ 7:30 ആ പാർട്ടിക്കെത്തി. ആ സമയത്ത് കാതറിൻ വീട്ടിൽ തന്നെയായിരുന്നു. യാത്രാക്ഷീണം കാരണം അവൾ റെസ്റ്റ് എടുക്കായിരുന്നു. ഇതിൽ വിക്രമിന്റെ ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന കമ്പനിയില്ലേ, ആ കമ്പനിയുടെ CEO ആണ് കാതറിൻ, അവന്റെ ഭാര്യ. അങ്ങനെ ഇരിക്കുമ്പം ഇത്രയും ദൂരം വന്നിട്ട് ലോഞ്ച് പാർട്ടിയിൽ എന്തുകൊണ്ട് ഭാര്യ പങ്കെടുത്തില്ല എന്ന് ദേവ് ചോദിക്കുകയാണ്. അവൾക്ക് ചെറുപ്പം തൊട്ടേ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ഞാനാണ് അവളോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതെന്ന് വിക്രം പറയും. പാർട്ടി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോഴാണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. വിക്രം റൂമിലെത്തി ഡോറ് തുറക്കുമ്പം താഴെ ഭാര്യ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞ് വിക്രം പൊട്ടിക്കരയാണ്. വിക്രം തന്നെയായിരുന്നു പോലീസുകാരെ വിളിച്ച് ഈ വിവരം അറിയിച്ചത്. അതോടെ പോലീസുകാരോടി വിക്രമിന്റെ ഫ്ളാറ്റിലേക്ക് വരികയായിരുന്നു. എന്നാൽ ആ പോലീസുള്ള സമയത്ത് വിക്രം ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങി ഓടി. അതെന്തിനാണെന്ന് ദേവ് ചോദിക്കുകയാണ്. വിക്രം പറയും, പോലീസുകാർ ഞാനാണ് പ്രതി എന്ന രീതിയിലാണ് എന്നോട് പെരുമാറിയത്. ഇവരെ കയ്യിൽ കുടുങ്ങിയാൽ എന്നെ തന്നെ പ്രതിയാക്കുമെന്ന് വിചാരിച്ച് പേടിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഓടിയെന്ന് വിക്രം പറയും. ഫ്ലാഷ് ബാക്കിൽ ഈ കോൺസ്റ്റബിൾ പോലീസുമാര് നീ തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നിട്ട് അഭിനയിക്കുകയാണെന്നും പറഞ്ഞ് വിക്രമിനെ ഒരുപാട് അബ്യൂസ് ചെയ്യുന്നുണ്ട്. സാധാരണ പോലീസുകാർ നമ്മുടെ നാട്ടിലൊക്കെ വാക്കുകൾ കൊണ്ട് നമ്മളെ സ്നേഹിക്കില്ലേ, അതുപോലെ. അതുകൊണ്ട് വിക്രം ഞാനൊന്ന് ബാത്റൂമിലേക്ക് പോയിട്ട് വരാമെന്നും പറഞ്ഞ് പോലീസുകാരെ പറ്റിച്ച് അവിടുന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. ഈ സമയത്ത് പോലീസുകാർക്ക് ബാത്റൂമിൽ നിന്ന് 2 ചുവന്ന ഗുളിക കിട്ടുന്നുണ്ട്. അത് ഫോറൻസിക് എടുത്തു വെച്ച് നോക്കുമ്പോഴാണ് വിക്രം ഇറങ്ങി ഓടിയത് മനസ്സിലാവുന്നത്. സോ ഇറങ്ങി ഓടിയ വിക്രമിനെ പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സിനിമയുടെ തുടക്കത്തിൽ പോലീസുകാർ ചേസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് ദേവ് പറയാണ്, നീ ഓടിപ്പോയത് കൊണ്ടാണ് പോലീസുകാർക്ക് കൂടുതൽ സംശയമായത്, അല്ലെങ്കിൽ തന്നെ സാധാരണഗതിയിലെ അവർ കണ്ടിട്ടുണ്ടാവുള്ളൂ. എന്നാൽ ഇത് പോട്ടെ, അത് കഴിഞ്ഞ് ശേഖറിനെ എന്തിനാണ് നീ കൊന്നത്? അതായത് 2ാമത്തെ ബോഡി, അത് മറ്റൊരു ഫ്ലാറ്റിലാണ് സംഭവിച്ചത്. അയാൾ എന്തിനാണ് കൊന്നത്? അവിടേക്ക് എന്തുകൊണ്ട് പോയി എന്ന് ദേവ് ചോദിക്കുകയാണ്. അപ്പൊ വിക്രം പറയും, എന്റെ ഭാഗ്യദോഷത്തിന് ഞാൻ ആ ഫ്ലാറ്റിലേക്ക് എത്തിച്ചേർന്നതാണ്, അല്ലാതെ ഞാൻ അയാളെ കൊന്നതല്ല. ഈ കേസ് എനിക്കെതിരെ ഫ്രെയിം ചെയ്യപ്പെട്ടതാണ്. അവിടുന്ന് ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ വിക്രം കാറിൽ നിന്ന് വീണില്ലേ, അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ പോകുന്നത് ഈ അപ്പാർട്ട്മെന്റിലേക്കാണ്. അവിടെ വെളിച്ചം കണ്ട ഫ്ലോറിലേക്ക് ഓടിക്കയറിയപ്പം സോനാക്ഷി മുറിയുടെ വെളിയിൽ വന്ന് എന്തോ വേസ്റ്റ് തട്ടുന്നത് കണ്ടു. അവരെ പേര് മായ എന്നാണ്. ആ മായയോട് വിക്രം, എനിക്കൊരു സഹായം ചെയ്യണം, പെട്ടെന്നൊരു കോൾ ചെയ്യാനുണ്ട്, എന്റെ വണ്ടി ആക്സിഡന്റ് പറ്റി, ഫോൺ തെറിച്ചുപോയി, ഒന്ന് കോൾ ചെയ്യാൻ സഹായിക്കുമെന്ന് ചോദിക്കും. എന്നാൽ മായ വിക്രമിന്റെ കോലം കണ്ടിട്ട് എന്തേലും കുഴപ്പമുണ്ടാവുമെന്ന് വിചാരിച്ച് ആദ്യം അകത്തേക്ക് കയറാൻ സമ്മതിക്കുന്നില്ല. എന്നാൽ വിക്രം, മേഡം ദയവേത് സഹായിക്കണം, വണ്ടി ഇടിച്ച് ധാരാളം പരിക്ക് എനിക്ക് പറ്റിയിട്ടുണ്ട്, സഹായിക്കാൻ വേറെ ആരുമില്ല, ദയവേത് കനിയണമെന്നൊക്കെ പറയുമ്പം അവൾ തന്റെ ഫ്ളാറ്റിലേക്ക് വിക്രമിനെ കയറ്റും. എന്നാൽ പുറത്തന്നെ നിൽക്കാൻ പറഞ്ഞിട്ട് ഇവര് മാത്രം അകത്തെ മുറിയിലേക്ക് ചെന്ന് ഫോൺ എടുത്തുകൊണ്ടുവരാൻ നിൽക്കുകയാണ്. ആ സമയത്ത് വിക്രം നോക്കുമ്പോൾ ഫ്ളാറ്റിനകത്ത് ടേബിളൊക്കെ പൊട്ടി ചില്ലൊക്കെ തെറിച്ചു കിടക്കുന്നുണ്ടാവും. അവിടെ എന്താ സംഭവിച്ചിരിക്കണേന്ന് ആ നേരം വിക്രമിന് അറിയില്ല. അപ്പോഴായിരിക്കും മായ അങ്ങോട്ട് വന്ന്, എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ വരും, പെട്ടെന്ന് കോൾ ചെയ്ത് നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയുക. എന്നിട്ട് ഫോൺ അവൻ്റെ കയ്യിലേക്ക് കൊടുക്കും. ഈ നേരം മായയുടെ കഴുത്തിലൊക്കെ ആരോ തല്ലിയതിൻ്റെ പാടുകളുള്ളത് കാണുന്നുണ്ട്. എന്തായാലും വിക്രം ഫോൺ വാങ്ങിച്ച് ആരെയോ വിളിക്കാൻ ശ്രമിക്കുക. ആ നേരത്താണ് ന്യൂസിലൂടെ വിക്രം തൻ്റെ ഭാര്യയെ കൊന്നു കഴിഞ്ഞിട്ട് കടന്നു കളഞ്ഞതായി വാർത്ത വരുന്നത് കാണാം. മായ ഉടനെ പേടിച്ച് വിക്രമിനോട് തൻ്റെ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയും. അപ്പോൾ വിക്രം ഇവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ വാങ്ങിച്ച ഫോൺ കയ്യിൽ നിന്ന് തട്ടിത്തെറിച്ച് വീഴും. ഇവളുടനെ കത്തിയെടുത്ത് പുറത്തിറങ്ങിപ്പോയിക്കോ അല്ലെങ്കിൽ കുത്തോന്ന് പറഞ്ഞ് വിക്രമിനെ പേടിപ്പിക്കുക. പെട്ടെന്നാണ് ആരോ കോളിംഗ് ബെല്ല് അടിക്കുന്നത്. കോളിംഗ് ബെല്ല് കേട്ട ഉടനെ മായയുടെ സ്വഭാവം മാറി. അവൾ വിക്രമിനോട് പറയും, എങ്ങോട്ടെങ്കിലും മാറി മിണ്ടാ നിൽക്ക്, ഞാൻ അവരെ പറഞ്ഞു വിട്ടിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഇവള് ചെന്ന് വാതിൽ തുറക്കുക. അപ്പോൾ ആ വീട്ടിലെ വേലക്കാരിയാണ് ജോലിക്ക് വേണ്ടി വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. മായ ഇന്നിവിടെ ജോലിയൊന്നും ചെയ്യാനല്ല, പോയിട്ട് നാളെ വരുമെന്നും പറഞ്ഞ് അവരെ പറഞ്ഞുവിടും. വീണ്ടും പ്രസന്റിലേക്ക് വന്നാൽ ദേവ് വിക്രമിനോട് ചോദിക്കുകയാണ്, നിങ്ങളെപ്പറ്റിയുള്ള ന്യൂസ് മായ കണ്ടിട്ടും വേലക്കാരി അവിടെ വന്ന് കോളിംഗ് ബെല്ല് അടിച്ചിട്ടും മായ എന്തുകൊണ്ട് ഇറങ്ങിപ്പോയില്ല? അവര് നിങ്ങളെ എന്തിന് അവിടെ ഒളിച്ചു വെച്ചു? ഇത് കേട്ടിട്ട് വിക്രം പറയാണ്, മേ ബി മായയ്ക്ക് എൻ്റെ ഹെൽപ്പും കൂടെ ആവശ്യമുണ്ടായിട്ടുണ്ടാവും. ആ വീട്ടിൽ കയറിയപ്പോൾ തന്നെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ എനിക്ക് മണത്തിരുന്നു. എന്താണെന്ന് ദേവ് ചോദിക്കുമ്പം വിക്രം പറയാണ്, അവിടുത്തെ കോഫി ടേബിൾ പൊട്ടിക്കിടക്കായിരുന്നു, അവളുടെ കഴുത്തിലും ഒരു മുറിപ്പാടുണ്ടായിരുന്നു. ബെഡ്റൂമിലേക്ക് ഞാൻ കടക്കാതിരിക്കാനായി അത് ലോക്ക് ചെയ്തിട്ടാണ് അവൾ പുറത്തേക്ക് വന്നത്. ഇത് കേൾക്കുമ്പോൾ ദേവ് ചിരിച്ചിട്ട്, അപ്പം താൻ തൻ്റെ ഭാര്യയും കൊന്നിട്ട് ഓടി കയറി ചെന്നത് ഭർത്താവിനെ കൊന്നിട്ടിരിക്കുന്ന സ്ത്രീയുടെ വീട്ടിലേക്കാവൂല്ലേ? അപ്പോൾ വിക്രം, അങ്ങനെയല്ല സാർ, ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഉടനെ ദേവ്, ഇതിൽ മായയ്ക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടെ ഞാൻ അറിയണമല്ലോ, അതുകൂടെ കേട്ടിട്ട് നിങ്ങളോട് സംസാരിക്കാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. ഇത് കഴിഞ്ഞ് വിക്രമിനെ അറസ്റ്റ് ചെയ്ത ഇൻസ്പെക്ടറല്ലേ, അയാൾ വന്ന് ദേവിനെ കാണുന്നുണ്ട്. ശരിക്കും വിക്രം ഓടിയത്
പോലീസുകാരെ പേടിപ്പിച്ചിട്ടാണോ എന്ന് ദേവ് ചോദിക്കുകയാണ്. ആ എസ് ഐ പറയും, അതെ സാർ, കോൺസ്റ്റബിൾ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചപ്പോഴാണ് അയാൾ ഇറങ്ങി ഓടിയത്. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ ലക്ഷണം വെച്ച് അയാൾ തന്നെയാണ് കൊന്നിരിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നത്. ഇത് മാത്രമല്ല, വിക്രമിനെതിരെ പണ്ട് ഫയൽ ചെയ്ത മറ്റൊരു കേസും കൂടെയുണ്ട്. അതെന്താണെന്ന് ചോദിക്കുമ്പം വിക്രം ഇതിനു മുൻപ് എഴുതിയ നോവൽ ഒരു പെൺകുട്ടിയുടെ പീഡന കഥയാണ്. 5 പേർ ചേർന്ന് പീഡിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ഈ ബുക്ക് പബ്ലിഷ് ആവുന്നതിന് മുന്നേ തന്നെ അതിലെ കഥാപാത്രമായ ശരിക്കുള്ള പെൺകുട്ടി, അവളെ പറ്റിയുള്ള വിവരം ലീക്കായി. ആ പെൺകുട്ടി ആരാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായി. അതുകൊണ്ട് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. സോ തന്റെ മകളുടെ മരണത്തിന് കാരണം ഈ വിക്രമാണെന്നും പറഞ്ഞിട്ട് ആ കുഞ്ഞിന്റെ അച്ഛൻ വിക്രമിനെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് അയാൾക്കെതിരെ ഉണ്ടായിരുന്ന പഴയൊരു കേസെന്ന് പുള്ളിക്കാരൻ പറയുക. ഈ സമയത്ത് മായയുടെ വേലക്കാരിയെ പോലീസുകാർ ചോദ്യം ചെയ്യുന്നുണ്ട്. വേലക്കാരി പറയും, ഞാനൊന്നും കണ്ടിട്ടില്ല സാറേ, വാതിൽ പോലും അവർ തുറന്നു തന്നിട്ടില്ല, ഞാൻ പോയപ്പോൾ വാതിൽ വലിച്ചടയ്ക്കുകയാണ് ചെയ്ത്, പിന്നെ എനിക്കെന്താ അറിയാനാണെന്ന് ചോദിച്ച് അവർ പോലീസുകാരോട് ദേഷ്യപ്പെടുന്നതാണ് കാണുന്നത്. ഈ സമയത്ത് അതിന്റെ ബാക്കിലായി ഒരു കണ്ണട വെച്ച ആളെ കാണിക്കുന്നുണ്ട്. അതാരാണെന്നോ എന്താണെന്നോ നമുക്കിപ്പോൾ അറിയുന്നില്ല. ഇത് കഴിഞ്ഞ് മായ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് തന്റെ ഭർത്താവിനെ കാണാൻ പറ്റുമോ, ആ ബോഡി റിലീസ് ചെയ്ത് കിട്ടുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ദേവ് പറയും, ഇനിയും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞ ഉടനെ വിട്ടുതരാമെന്ന്. അപ്പൊ മായ പറയാണ്, എന്റെ ഭർത്താവിനെ കൊന്നവന് തക്കതായ ശിക്ഷ ലഭിക്കണം, അവൻ രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. നിങ്ങൾക്ക് വേണ്ടി എന്ത് സഹായവും ഞാൻ ചെയ്തു തരാം, നിങ്ങൾക്ക് വേണ്ട ആൻസേഴ്സ് എല്ലാം ഞാൻ പറഞ്ഞും തരാം, പക്ഷെ ഒരിക്കലും അവൻ രക്ഷപ്പെടാൻ പാടില്ല എന്ന് മായ പറയാണ്. അപ്പൊ ദേവ് ചോദിക്കും, ആക്ച്വലി ശേഖറിനെ വിക്രം കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു മോട്ടീവും ഞാൻ കാണുന്നില്ല. നിങ്ങളുടെ ഭർത്താവിനെ ആ നോവലിസ്റ്റ് എന്തിനാണ് കൊല്ലുന്നത്? എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്തെങ്കിലും ലാഭമുണ്ടോ പുള്ളിക്കാരന്? നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയുമോ എന്ന് പോലീസുകാരൻ ചോദിക്കുക. അപ്പൊ മായ പറയും, ഭാര്യയെ കൊന്ന ഒരാൾക്കാണോ ഒരു അപരിചിതനെ കൊല്ലാൻ മടി? ആക്ച്വലി ശേഖർ എന്നെ രക്ഷിക്കാൻ നോക്കുകയായിരുന്നു, അതിനിടയിൽ പെട്ടതുകൊണ്ടാണ് ശേഖർ കൊല ചെയ്യപ്പെട്ടത്. എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ദേവ് മായയോട് ചോദിക്കുകയാണ്. അപ്പൊ മായ പറയുന്ന ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അവളുടെ ഫ്ലാഷ് ബാക്കിൽ കോളിംഗ് ബെല്ല് കേട്ടിട്ടാണ് മായ വാതിൽ തുറക്കുന്നത്. അപ്പൊ ഈ വിക്രം വീടിനകത്തേക്ക് ചാടിക്കയറി മായയുടെ വാ പൊത്തിപ്പിടിക്കുകയായിരുന്നു. ഇവിടെ ആരും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഹസ്ബൻഡ് ബെഡ്റൂമിലുണ്ടെന്ന് മായ പറയുക. എന്നിട്ട് ഈ ബലം പിടുത്തത്തിന്റെ ഇടയിൽ വിക്രമിനെ തള്ളി മാറ്റി ബെഡ്റൂമിലേക്ക് ഓടിപ്പോയി ഫോൺ കയ്യിലെടുക്കും. വിക്രം അവളെ ഫോളോ ചെയ്ത് രണ്ടുപേരും കൂടി പിടിയും വലിയും നടക്കുമ്പം ഫോൺ കയ്യിൽ നിന്ന് തെറിച്ച് വീഴാണ്. ആ സമയത്ത് അവൾ ടേബിളിൽ നിന്ന് കത്തിയെടുത്ത് വിക്രമിന് നേരെ വീശുന്നു. ഇപ്പോഴാണ് കോളിംഗ് ബെല്ല് മറ്റാരും അടിക്കുന്നത്. വിക്രം മായയോട് വാതിൽ ചെന്ന് തുറക്കാൻ പറയും. ഇവിടുത്തെ വിഷയങ്ങളൊന്നും കാണുകയും പറയുകയും ചെയ്യരുത്, ചെയ്താൽ പുറകിൽ നിന്ന് ആക്രമിക്കുന്നും പറഞ്ഞ് അവളെ വാതിൽ തുറപ്പിക്കുക. അപ്പൊ വേലക്കാരിയായിരിക്കും അവിടെ ഉണ്ടാവുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേലക്കാരിയെ ഇന്നിവിടെ ജോലിയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്നു. അപ്പോഴാണ് ന്യൂസിൽ വിക്രം ഒരു കൊലപാതകയാണെന്നുള്ളത് ഇവൾ കാണുന്നത്. നീ നിന്റെ വൈഫിനെയും കൊന്നിട്ടാണോടാ ഇങ്ങോട്ട് കയറി വന്നേന്ന് മായ ചോദിക്കുക. അതിന് വിക്രം മറുപടിയൊന്നും പറയാതെ അവളെ മിണ്ടാതിരിക്കാൻ പറഞ്ഞ് വീണ്ടും അമർത്തി പിടിക്കുന്നു. ഈ കഥ ദേവ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് ആരോ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്ന കേൾക്കും. പോയി നോക്കുമ്പോൾ വിക്രമിനെതിരെ തന്റെ മോളുടെ ആത്മഹത്യക്ക് കാരണം വിക്രമാണെന്നും പറഞ്ഞ് കേസ് കൊടുത്തില്ല ഒരു അച്ഛൻ, അയാളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പം അയാളുടെ കഥ പറയുന്നു. ഈ വിക്രം തന്റെ പുതിയ പുസ്തകത്തിന് വേണ്ടി പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയെ കണ്ട് നിന്റെ കഥ എല്ലാവർക്കും പ്രചോദനമാവണമെന്നും പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് അവളുടെ കഥ മുഴുവൻ എഴുതി വാങ്ങിക്കുന്നു. എന്നിട്ട് ആ കഥയാണ് പുസ്തകത്തിലൂടെ അച്ചടിച്ചിറക്കാൻ പോകുന്നത്. പുസ്തകമെല്ലാം പബ്ലിഷ് ചെയ്യാൻ തയ്യാറായി നിൽക്കുമ്പം പെട്ടെന്ന് ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി എങ്ങനെയോ ലീക്ക് ഔട്ട് ആവുകയാണ്. ഒരിക്കലും തന്റെ പേരോ ഐഡന്റിറ്റിയോ വെളിപ്പെടില്ല എന്ന് വാക്ക് കൊടുത്തിട്ടായിരുന്നു വിക്രം കഥ എഴുതി വാങ്ങിച്ചത്. പക്ഷെ എന്നാലും ആ കുട്ടിയുടെ ഐഡന്റിറ്റി റിവീലായി. അതോടെ നാട്ടുകാർ അവളെ മനസ്സിലാക്കാനും ചോദ്യം ചെയ്യാനും തുടങ്ങി. ആ ബുക്ക് പബ്ലിഷ് ആക്കരുതേ എന്നിവർ കേണപേക്ഷിച്ചിട്ടും എങ്ങനെയോ ആ ബുക്ക് പബ്ലിഷ് ആവുകയും ചെയ്തു. എല്ലാവരും അത് വായിക്കുകയും ചെയ്തു. ഇതിന്റെ വിഷമത്തിലാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. ഇതിനെല്ലാം കാരണം അയാളാണെന്നും പറഞ്ഞ് ഈ പെൺകുട്ടിയുടെ അച്ഛൻ കരയാണ്. ഇത് കഴിഞ്ഞ് ദേവിന്റെ വീട്ടിൽ വെച്ച് ദേവും കൂടുള്ള പോലീസുകാരും ഈ കേസിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യും. അതില് ദേവ് പറയുന്നുണ്ട്, ഈ ക്രൈമിൽ വിക്രമിനെയും മായയെയും രണ്ടുപേരെയും വിശ്വസിക്കാൻ പറ്റില്ല. വിക്രമിന് വിക്രമിൻ്റെതായ കഥയുണ്ട്, മായയ്ക്ക് മായയുടേതായ കഥയുണ്ട്. ഇത് രണ്ട് കഥയും കൂടാതെ യാഥാർത്ഥ്യമായ ഒരു കഥയുണ്ട്. അതിലാണ് യഥാർത്ഥ കുറ്റവാളിയെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ സമയത്ത് ദേവിന്റെ ഭാര്യ അവർക്ക് കുറിക്കാനുള്ള മിക്സ്ചർ കൊണ്ടുവന്നിട്ട് പറയും, വിക്രമിന്റെ പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, അയാൾ അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയില്ല, നല്ല മനുഷ്യനായിട്ടാണ് തോന്നുന്നത്, മാത്രമല്ല കാണാൻ നല്ല ചന്തുള്ള ചെറുപ്പക്കാരനും, പിന്നെ ഈ കൊലപാതകങ്ങൾ ചെയ്യേണ്ട ആവശ്യം എന്താണ് അയാൾക്ക്? ഇത് കേട്ട് പോലീസുകാരൊന്നും മിണ്ടുന്നില്ല. പിറ്റേ ദിവസം മുംബൈ നഗരത്തിൽ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ദേവ് വിക്രമിനോട് പിന്നീടുണ്ടായ സംഭവങ്ങളെപ്പറ്റി ചോദിക്കുകയാണ്. അപ്പൊ ഫ്ലാഷ് ബാക്കിൽ ഈ മായയുടെ വീടിനകത്ത് കയറിയ വിക്രമില്ലേ, അവന്റെ മുറിവ് കണ്ടിട്ട് മായ അവന് മുറിവിൽ മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കുന്നു. അതിൻ്റെ ഇടയിൽ പോലീസ് സൈറൻ കേൾക്കുന്നുണ്ട്.
വിക്രം പേടിക്കുമ്പം മായ കുഴപ്പമില്ല, അവരെന്തായാലും ഇങ്ങോട്ട് കയറി വരില്ല എന്ന് പറയും. ഞാൻ സറണ്ടർ ആവണോ എന്ന് വിക്രം ചോദിക്കുമ്പം മായ പറയാണ്, ഇപ്പൊ സറണ്ടർ ആവാൻ പാടില്ല, കാരണം പോലീസിനെ പറ്റി നിങ്ങൾക്കറിയാലോ, അവർ നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കല്ല ചെയ്യുക. ഈ കേസ് എത്രയും പെട്ടെന്ന് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് അത് സോൾവ് ചെയ്യാൻ മാത്രമാണ് ശ്രമിക്കുക. അവർക്ക് എളുപ്പത്തിൽ കിട്ടാവുന്ന ഇര നിങ്ങളാണ്. അതുകൊണ്ട് ഇപ്പൊ പിടികൊടുക്കണ്ട. എന്റെ ഹസ്ബൻഡ് ഒരു ലോയറാണ്, സോ ഇതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കണമെന്ന് എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തിനോട് നിങ്ങളെ സഹായിക്കാൻ പറയാം. നിങ്ങൾക്കിപ്പോൾ ഡ്രിങ്ക്സ് വേണമെന്ന് ചോദിച്ചിട്ട് മായ വിക്രമിന് കുടിക്കാൻ വേണ്ടി ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ പോവാണ്. ഇവിടെ വരെയുള്ള സ്റ്റോറി മാത്രം കാണിച്ചിട്ട് അത് കഴിയുമ്പോൾ പ്രസന്റിൽ നമ്മുടെ പോലീസുകാരൻ മായയെ ചോദ്യം ചെയ്യാൻ വേണ്ടി ചെല്ലുന്നു. അവൾ വളരെ ഇന്നസെന്റ് ആയിട്ട് അഭിനയിക്കുമ്പം ദേവ് മായയോട് പറയും, നിങ്ങൾ ഇത്രയും പാവമായിട്ടാണോ നിങ്ങളെ ഭർത്താവിനെ കൊന്ന കൊലയാളിയുടെ കൂടെ ഡ്രിങ്ക്സ് കഴിച്ചത്? ഞാനിത് കഥ കേട്ടതുകൊണ്ട് പറയുന്നല്ല. നിങ്ങൾ രണ്ടുപേരുടെയും ഫിംഗർ പ്രിന്റ് ഉള്ള ഗ്ലാസുകൾ നിങ്ങളെ വീട്ടിൽ നിന്ന് ഫോറൻസിക്കുകാർ കണ്ടെടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അപ്പൊ മായ അവളെ ഭാഗത്തുള്ള ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പറയാണ്. വിക്രം മായയുടെ വീടിനകത്ത് കയറി വന്ന് എന്തൊക്കെയോ പേപ്പറുകൾ തിരയുന്നു. ഇവിടെ ലോക്കർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മായ, പൈസയാണ് വേണ്ടതെങ്കിൽ ഞാൻ ലോക്കർ കാണിച്ചു തരാം, അതിനു മുൻപ് എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം എന്ന് പറയും. വിക്രം അതിന് അനുവദിക്കുമ്പം ഇവള് ഫ്രിഡ്ജിനകത്ത് നിന്നും വെള്ളം കുടിക്കുന്നത് പോലെ ഒരു ടോർച്ച് ലൈറ്റ് എടുത്ത് പോക്കറ്റിലേക്ക് ഇടുന്നുണ്ട്. ഇവളീ കാണിക്കുന്ന കണ്ട് വിക്രം സംശയിക്കുമ്പോഴാണ് അവന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് ഡ്രിങ്ക്സ് വേണോന്ന് ചോദിച്ചിട്ട് ഇവള് ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് ആ ഗ്ലാസ്സിൽ വിക്രമിന്റെയും മായയുടെയും ഫിംഗർ പ്രിന്റ് വരുന്നത്. ഇത് കഴിഞ്ഞവൻ മായയെ ക്രീപ്പി ആയിട്ട് നോക്കുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം മുറിവ് കെട്ടാൻ വേണ്ടി ബാൻഡേജ് ചോദിക്കും. ഇവള് ബാത്റൂമിലാണ് ബാൻഡേജ് ഉള്ളതെന്നും പറഞ്ഞ് ബാത്റൂമിൽ ചെന്ന് ബാൻഡേജ് എടുത്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് എനിക്കൊന്ന് ബാത്റൂം യൂസ് ചെയ്യണമെന്ന് മായ പറയുമ്പം വിക്രം ബാത്റൂമിന്റെ ഡോർ അടയ്ക്കാൻ പാടില്ല, അതിന് ഞാൻ അനുവദിക്കില്ല എന്ന് പറയും. അപ്പൊ മായ എങ്കിലൊന്ന് തിരിഞ്ഞെങ്കിലും നിന്നോളൂ, ഞാൻ യൂസ് ചെയ്യട്ടെ എന്നും പറഞ്ഞ് അവനെ തിരിച്ചു നിർത്തി ഇവള് ബാത്റൂം യൂസ് ചെയ്യുക. ആ സമയത്താണ് താൻ ഒളിച്ചു വെച്ചിരുന്ന ടോർച്ച് ലൈറ്റ് എടുത്ത് ബാത്റൂം ജനാലയെ കൂടെ ഇവള് സെക്യൂരിറ്റിയെ നോക്കി അടിച്ചു കൊടുക്കുന്നു. അങ്ങനെയെങ്കിലും അയാളുടെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞ് തന്നെ രക്ഷപ്പെടുത്താൻ സഹായിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവൾ അത് ചെയ്യുന്നത്. പക്ഷെ ആ സെക്യൂരിറ്റി മണ്ടന് ഈ പെണ്ണ് ടോർച്ച് ലൈറ്റ് അടിക്കുന്നത് കാണുന്നില്ല. വിക്രമിന് സംശയം തോന്നി അവൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും പെണ്ണ് പരിപാടിയെല്ലാം തീർത്ത് തിരിച്ചിറങ്ങി വരികയാണ്. എന്നാൽ അവൾ ആ ടോർച്ച് ഓഫാക്കിയിട്ടില്ലാത്തതുകൊണ്ട് അതിന്റെ ലൈറ്റ് കണ്ട വിക്രമിന് മനസ്സിലാകും അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചാണെന്ന്. ഇതുകൊണ്ട് വിക്രം അവളുടെ കൊല്ലിക്ക് പിടിച്ച് നിൽക്കണ സമയത്ത് അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ ഇവിടെ പ്രസന്റിൽ വിക്രം നമ്മുടെ ദേവിനോട് അവന്റെ ഭാഗത്തെ അവന്റെ സൈഡിലെ സ്റ്റോറി പറയാണ്. അതിലവൻ മായയോട്, എനിക്കെൻ്റെ ഭാര്യയെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഒരുപാട് സ്നേഹമായിരുന്നു, അവൾ എന്നെ വിട്ടുപോയത് എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല, അവളെ എന്തിനാണ് ആൾക്കാർ കൊന്നത്, എന്ത് തെറ്റാണ് അവൾ ചെയ്തതെന്നും പറഞ്ഞ് കരയാണ്. അവന്റെ സങ്കടം മാറാൻ വേണ്ടി മായ വീണ്ടും അവന് ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കുന്നു. അതിന്റെ ഇടയിൽ കൂടെ ചെറുക്കനെ മെല്ലെ അവൾ ട്യൂൺ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൻ വലിയ താല്പര്യം കാണിക്കില്ല. ആ സമയത്താണ് ആ ടേബിൾ പൊട്ടിക്കിടക്കുന്ന കണ്ട് ഇതെങ്ങനെയാണ് പൊട്ടിയെന്ന് വിക്രം ചോദിക്കുന്നു. മായ പറയും, ആ വെയ്സ് സ്പോട്ടില്ലേ അതറിയാതെ കയ്യിൽ നിന്ന് വീണപ്പം ടേബിള് പൊട്ടിയതാണത്രേ. കുപ്പിച്ചില്ലായതുകൊണ്ട് കൈ കീറുമെന്ന് പേടിച്ചിട്ട് ക്ലീൻ ചെയ്യാതിരിക്കുന്നതാണ്. ഇത് കഴിഞ്ഞ് വിക്രമിന് സോഫയുടെ അടുത്തുനിന്നൊരു പേഴ്സ് കിട്ടും. ഇവനതെടുത്ത് നോക്കുമ്പം മായ ഓടി വന്നത് തട്ടിപ്പറിച്ചിട്ട് ഇത് ശേഖറിൻ്റെതാണ്, എടുക്കാൻ ചിലപ്പം മറന്നിട്ടുണ്ടാവും, ഞാൻ വിളിച്ചു പറയാമെന്നും പറഞ്ഞ് അവളതെടുത്ത് മാറ്റിവെക്കും. ഇത്രയും കഥ കേട്ടിട്ട് നമ്മുടെ പോലീസുകാരൻ ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന കഥയല്ല താൻ പറയുന്നതെന്ന് പറയുമ്പം വിക്രം ദേവിനോട് ദേഷ്യപ്പെടുകയാണ്. ഭാര്യ മരിച്ച സങ്കടത്തിലുള്ള എന്നെയാണ് നിങ്ങൾ പിടിച്ച് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് സത്യമാണ്, ഏത് രീതിയിൽ അന്വേഷിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറയുന്നത് സത്യമാണെന്ന്. അതിന് ദേവ് മറുപടിയൊന്നും പറയുന്നില്ല. ഇത് കഴിഞ്ഞ് നമ്മുടെ പോലീസുകാരൻ അവിടെ കാവലിനുണ്ടായിരുന്നില്ല, വാച്ച്മാൻ, അപ്പാർട്ട്മെന്റ് കാവലിന്, അവരെ ചോദ്യം ചെയ്യുന്നു. അവരെ മൊഴി അനുസരിച്ച് 7:30 മണിക്ക് ശേഖർ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ തിരിച്ചു പോയതായി അവർ കണ്ടിട്ടില്ല. ഇയാൾ ഈ കാര്യം പറയുന്ന അതേ സമയത്ത് ശേഖറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരു പോലീസുകാരൻ കൊണ്ടുവന്ന് കൊടുക്കും. ഈ കൊടുക്കുന്ന പോലീസുകാരൻ വാച്ച്മാൻമാരെ ചീത്ത പറയുന്നു. കാരണം നല്ല മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്ന സമയത്ത് ഷൂ ധരിച്ച ചെളിയായ ഷൂ ആയിട്ടാണ് ഇവർ സ്റ്റേഷനകത്തേക്ക് കയറി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പോലീസുകാരൻ ചീത്ത പറഞ്ഞു. ഇത് കഴിഞ്ഞ് മായയുടെ മൊഴി കാണിക്കുന്നു. അതിൽ മായ പറയുക 12 മണിക്കത്രേ ശേഖർ വന്നത്, എന്നിട്ടാണ് മായ രക്ഷപ്പെടുത്തിയത്. ഇനി അവൾ പറയുന്ന ഫ്ലാഷ് ബാക്ക് കഥ. ഈ ടോർച്ച് ലൈറ്റ് കണ്ട് വിക്രം മായയുടെ കഴുത്തിൽ പിടിച്ചിരിക്കുന്ന സമയത്താണ് ശേഖർ വാതിലും തുറന്നകത്തേക്ക് വരുന്നത്. അവൻ ഓടി വന്ന് വിക്രമിനെ പിടിച്ച്, നിനക്ക് എന്താണ് വേണ്ടത്, എന്തിനാണ് എൻ്റെ ഭാര്യ ആക്രമിക്കണമെന്ന് ചോദിക്കുമ്പം ഇവർ തമ്മിൽ പൊരിഞ്ഞ പിടിവലിയും അടിയാവും. ആ സമയത്ത് മായ ജനലിലൂടെ പോലീസിനെ കണ്ടതുകൊണ്ട് അവൾ വേഗം പോലീസിന്റെ സഹായത്തിനായി താഴേക്ക് ഓടി വരികയാണ് ചെയ്തത്. ആ സീനാണ് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ടത്. അങ്ങനെ താഴേക്ക് വന്ന മായ പോലീസിനെയും വിളിച്ചുകൊണ്ട് തിരിച്ച് തന്റെ ഫ്ലാറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ ശേഖർ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്.